ഇന്നലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് വി ഡി സതീശൻ്റെ പൊട്ടിച്ചിരിയും പിണറായി വിജയൻ്റെ പൊട്ടിക്കരച്ചിലും എന്നുള്ളതാണ് കേട്ടോ. ഈ രണ്ടു തമ്മിൽ ബന്ധമൊന്നും ഇല്ലെങ്കിലും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ നിലപാടുകളിൽ നിന്ന് മാറില്ല. അതാണ് വി ഡി സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. വി ഡി സതീശൻ പറയുന്ന ഓരോ കാര്യവും ചെയ്യുന്ന ഓരോ കാര്യവും വളരെ സ്റ്റഡി ചെയ്തിട്ട് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട വരാതെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഇതാണ് മറ്റു നേതാക്കന്മാരിൽ നിന്ന് വി ഡി സതീശനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം കേട്ടോ. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ സതീശനേക്കാൾ സീനിയറായ പല നേതാക്കന്മാരുണ്ട്. നമുക്കറിയാലോ, ഈ മുഖ്യമന്ത്രി തർക്കം വന്ന കാലത്ത് കെ.സിയും ചെന്നിത്തലയും ഒക്കെ വി ഡി സതീശനോട് മത്സരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാരാവാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും ഇവരിൽ നിന്നൊക്കെ സതീശനെ മാറ്റി നിർത്തുന്നത് സതീശന്റെ ഈ നിലപാടുകളുടെ കൃത്യതയാണ്. സതീശൻ ഡിബേറ്റുകളിൽ സതീശനെ വെല്ലാൻ ആരുമില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ ഈ ഐസക് പോലും പണ്ട് ലോട്ടറി സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിബേറ്റ് നടന്നിരുന്നു. അപ്പോൾ ഐസക് പോലും നിരായുധനായി മാറി ആർക്ക് മുമ്പിൽ? ഈ വി ഡി സതീശന് മുമ്പിൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ പരസ്യമായി വെല്ലുവിളിച്ചിട്ട് പോലും പിണറായി വിജയൻ പോയില്ല ഒരു സംവാദത്തിന്. എന്നിട്ട് പിണറായി പറഞ്ഞു, നമുക്ക് ഫേസ്ബുക്കിലൂടെ സംവാദമാകാമെന്ന്. സതീശൻ പറഞ്ഞ പരിപാടി വേണ്ട, ഫേസ്ബുക്കിലൂടെ ആരാ സംവാദം? പിണറായിക്ക് വേണ്ടിയിട്ട് പിണറായിയുടെ എന്താ പറയുക, കുറേ പണിക്കാരുണ്ടല്ലോ, കുറേ പണിക്കാർ ഇവരായിരിക്കും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അമ്മാതിരി തറക്കളിക്കുന്നു ഞാനില്ല, നേരിട്ട് മുട്ടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിണറായി പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ മദ്യവിവാദം അല്ലെ, മദ്യനയായിട്ടില്ല, മദ്യവിവാദം. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് വി ഡി സതീശൻ നികുതി നിശ്ചയിച്ചു. അതായിരുന്നല്ലോ വിവാദങ്ങളുടെയൊക്കെ തുടക്കം. അതിനെ തുടർന്നിട്ട് എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹളം? സതീശൻ എന്തോ ഇവിടെ മദ്യപ്പുഴ ഒഴുക്കാൻ പോകുന്നു. അവസാനം കാര്യങ്ങൾ മുഴുവൻ വെളിച്ചത്തായി. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇതിനുള്ള അവസരം സൃഷ്ടിച്ചതാരാണ്? LDFകാരാണ്. ഒന്നല്ല 3 എക്സൈസ് മന്ത്രിമാർ, ടി പി രാമകൃഷ്ണൻ, MV ഗോവിന്ദൻ, അത് കഴിഞ്ഞിട്ട് MP രാജേഷ്. ഈ 3 LDFിലെ 3 എക്സൈസ് മന്ത്രിമാരുടെയും ഒത്താശയോടെയാണ് ഈ ബക്കാടി കമ്പനിക്കും അതുപോലെ തന്നെ വേറെ മറ്റൊരു കമ്പനിക്ക് SDF ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിക്കും ഒക്കെ ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഒഴുക്കാൻ ആവശ്യമായ നിയമ ഭേദഗതി, ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കൊടുത്തു വരും. പക്ഷെ ഇവർക്ക് അതിനൊരു നികുതി ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. അതിപ്പോഴും ദുരൂഹമാണ്. എന്തുകൊണ്ട് നികുതി ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല? എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഇവർ ചട്ടങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ട് പിന്നെ എന്തുകൊണ്ട് നികുതി നിശ്ചയിച്ചില്ല? നികുതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ഇത് ഇവിടെ വിൽപ്പന നടത്താൻ സാധ്യതയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ മുന്നണിക്കുള്ളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്നാണ്. പ്രത്യേകിച്ചും സി പി ഐ ഇതിന് വിലങ്ങിട്ടു, അല്ലെങ്കിൽ CPI ഇതിനെ ശക്തമായി എതിർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ഡി സതീശൻ പറഞ്ഞത് ഈ അപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പായി, അതുകൊണ്ട് വേണ്ട ഫയലുകളൊന്നും നീക്കാൻ പറ്റിയെന്ന്. പക്ഷേ വളരെ വളരെ സ്പീഡിലായിരുന്നു ഇവരുടെ ഈ ഫയൽ നീക്കമൊക്കെ. അതായത് ഈ MV ഗോവിന്ദൻ ഉണ്ടല്ലോ, MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി ോടെ MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നല്ലോ. പിന്നീടാണ് രാജേഷ് വരുന്നത്. അപ്പൊ ഈ MV ഗോവിന്ദൻ തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന്റെ തലയാഴ്ചയാണ് ഈ നികുതിയുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിക്ക് ഇതിന്റെ ആവശ്യകത, അതായത് കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യമാണ് ആവശ്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഈ കള്ളന്മാരുടെ ഇരട്ടത്താപ്പ്. അതായത് നമ്മുടെ MV ഗോവിന്ദൻ കൃത്യമായി നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് എഴുതി കൊടുത്ത കുറിപ്പാണ്. സാധാരണ ഈ എക്സൈസ് മന്ത്രിമാർ ചെയ്യുക, നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് മുമ്പാകെ അവർ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഗോവിന്ദൻ രാജിവെച്ചിട്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി പോകേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട് അതിന് മുന്നോടിയായി ഒരു കത്ത് കൊടുക്കുകയാണ് നിയമസഭാ സമിതിക്ക്. ഈ എന്താണ് തന്റെ നിലപാടുകൾ എന്തായിരിക്കണം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ തന്റെ അഭിപ്രായം ഇതാണ്. അതിലാണ് ഗോവിന്ദൻ വളരെ കൃത്യമായി പറഞ്ഞത്, സംസ്ഥാനത്ത് എന്ത് വേണം? സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യമാണ് ആവശ്യം. വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഉണ്ടായാൽ മാത്രമേ വീര്യം കൂടിയ മദ്യത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം വേണം. ഇതിൽ ഒരിടത്ത് പോലും ഹോർട്ടി വൈൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഈ കള്ളൻ.
ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ ഞങ്ങൾ ബെക്കാഡി കമ്പനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾ ഈ SDF ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾ കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ, പഴം കർഷകരെ സഹായിക്കാൻ, പച്ചക്കറി കർഷകരെ സഹായിക്കാൻ, ഇതിൽ നിന്ന് മദ്യം നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. എടോ അപ്പം കോവിന്ന ഉളുപ്പില്ലാത്തവനെ, എങ്കിൽ ആ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് ഈ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിലൊരു വരി ചേർക്കണ്ടേ? ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പഴം കർഷകരെ, നമ്മുടെ നാട്ടിലെ പച്ചക്കറി കർഷകരെ സഹായിക്കാനാണെന്ന് പറയണ്ടോ? ഉളുപ്പില്ലാത്തവനെ, ഒരു വകക്ക് കൊള്ളാത്തവനെ, താൻ എന്താ ചെയ്തത്? അക്കാര്യം മിണ്ടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ കർഷകരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് ആകെ കിട്ടേണ്ടത് നിങ്ങൾക്ക് കോഴപ്പണം കിട്ടണം, നിങ്ങൾക്ക് അഴിമതി പണം കിട്ടണം. അത് തന്നെയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം, അല്ലേ? അത് തന്നെയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ബെക്കാഡി കമ്പനിയും ഈ SDF ഇൻഡസ്ട്രീസും ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് അനുകൂലമായി, അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചട്ടങ്ങളിൽ, അല്ലെ, അബ്കാരി ചട്ടങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തി. എന്നിട്ട് നിങ്ങൾ VD സതീശന് നേരെ വേൽ ചൂടുകയാണ്. ഉളുപ്പില്ലാത്തവരെ. എടോ, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ അറിയുന്നുണ്ട്. ഇത് ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാരല്ല ഇവിടെയുള്ളത്. അതെനിക്കെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. പഴം പച്ചക്കറി കുറെ കാലമായാലും പറയാൻ തുടങ്ങിയിട്ട്. ഇന്നത്തെ മനോരമ പത്രത്തിലെ ഈ പയ്യാവൂർ ബാങ്ക്, ഈ CPM-ന്റെ ബാങ്കാണ്. CPM-ന്റെ ബാങ്ക് ഇത് കേട്ടിട്ട് ത്രില്ലടിച്ചിട്ട് ഇവര് കർഷകരിൽ നിന്ന് കോടികൾ ചെലവാക്കിക്കൊണ്ട് ഇവര് പഴവും പച്ചക്കറിയൊക്കെ വാങ്ങി സംഭരിച്ചു. അവസാനം എന്തായി? ആർക്കും താല്പര്യമില്ലായിരുന്നു. ആരും താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തില്ല. കോടികൾ നഷ്ടം ആ ബാങ്കിന്. ചാടി പുറപ്പെട്ടതാണ്. പഴത്തിൽ നിന്ന് പച്ചക്കറിയിൽ നിന്ന് ഇപ്പതാ മദ്യം ഉണ്ടാക്കാന്ന്. ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഇത് സംബന്ധിച്ച് ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല, ഈ നിയമസഭ ഇതുണ്ടല്ലോ, ഈ അബ്കാരി ചട്ടങ്ങളിലൊക്കെ മാറ്റം, ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ബെക്കാഡി കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നു. അപേക്ഷ കിട്ടി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രത്യേക സെക്ഷൻ ഇവരുണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നത്. ഇതൊക്കെ വരുത്തി കഴിഞ്ഞിട്ടാണ് ഇവര് ഈ പഴം പച്ചക്കറിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കാനുള്ള ഒരു ആലോചന ഇതിനൊക്കെ ശേഷം എന്നിട്ടോ അതവിടെ ഫ്രീസ് ചെയ്ത് വെച്ചു. അതവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പിനുള്ള മറ, അങ്ങനെ വേണം പറയാം. ഇതൊരു തട്ടിപ്പിനുള്ള മറയായിട്ട് ഇവർ വെച്ചു. അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി. നാട്ടിലെ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയും വെറുതെ SFI പിള്ളേരെങ്ങൾ പോയി തല്ല് കൊള്ളണ്ട കേട്ടോ, തല്ല് കൊള്ളണ്ട. ഇവരുടെ ആവശ്യം നിങ്ങളിൽ ഒരാളെ ബലി കൊടുക്കണം. ഞാൻ പച്ചക്ക് പറയാണ്, ഇതാണ് ഇവരുടെ ആവശ്യം, ഇവരുടെ ഗൂഢാലോചന ഏതാണ് എന്ന് പറഞ്ഞാൽ SFI-ക്കാര് എന്തൊക്കെ അശ്ലീല മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നത്, എന്തൊക്കെ അക്രമങ്ങളാണ് നടത്തുന്നത്, അല്ലേ? പക്ഷേ ചെന്നിത്തലയുടെ പോലീസ് സംയമനം പാലിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ അടിച്ചോടിക്കായിരുന്നവരെ, അല്ലെങ്കിൽ വെടിവെപ്പ് വരെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു നേരത്തെ ഈ ED ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞപ്പുണ്ടായത്. മുഴുവനും പാർട്ടി ഓഫീസിൽ കയറ്റി ഈ പറയുന്ന അക്രമികളെ മുഴുവൻ ഒളിപ്പിച്ചതല്ലായിരുന്നു. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞു, ചെന്നിത്തലയുടെ പോലീസ് എന്ത് കോപ്പിലെ പോലീസാണ്, ഈ കയറി പിടിക്കണ്ടേ, പാർട്ടി ഓഫീസിൽ കയറി പിടിക്കണ്ടേ. പക്ഷേ ചെന്നിത്തലയുടെ പോലീസ് അങ്ങനെ ചെയ്തില്ല. ചെന്നിത്തല വ്യക്തമായ നിർദ്ദേശം നൽകി. കാരണം അവര് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവര് പ്രകോപനം ഉണ്ടാക്കും, നമ്മൾ കയറുമ്പോൾ അവർ തടയും, ആകെ ബഹളമാകും, വെടിവെപ്പ് ഉണ്ടാകേണ്ടി വരും. വെടിവെപ്പ് ഉണ്ടായാൽ 1, 2, 3 രക്തസാക്ഷികളെ അവർക്കുണ്ടാക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. നമ്മളതിന് വഴങ്ങരുത്. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? SFI പിള്ളേരെ ഇറക്കി വിടുകയാണ്. നിങ്ങൾ എപ്പോഴും കണ്ടിക്കണം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ SFI-ക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ SFI-ക്കാരെ ഇറക്കി വിടുകയാണ്. ഈ പാവം പിള്ളേർ തല്ലുകൊള്ളുകയാണ്. ഇവര് എന്നാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. ഈ നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്നത് CBSE സ്കൂളിലാണ്. PM ശ്രീ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇതൊക്കെ നടപ്പാക്കിയ CBSE സ്കൂളിലാണ് പിണറായി വിജയന്റെ പേരക്കുട്ടി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരുടെയും മക്കൾ പഠിക്കുന്നത്. SFI-യുടെ നേതാവ് വരെ പഠിക്കുന്നത് UP-യിലൊക്കെ ഈ NEP പദ്ധതി ആവിഷ്കരിച്ച ദേശീയ നേതാവ് കേട്ടോ കോളേജിലാണ്. അപ്പൊ ഇത് പാവ പിള്ളേരെ ഇറ്റിങ്ങളെ തലയിൽ മുഴുവനും കളിമണ്ണായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവരിങ്ങനെ കയറി കണ്ട് പ്രകോപനം സൃഷ്ടിക്കുക, ഈ ബാരിക്കേഡുകൾ തകർക്കുക, അതിൻ്റെ അടിയിൽ മറ്റേ ബ്ലേഡുമായിട്ട് വരിക. അതാണ് ബ്ലേഡുമായിട്ട് വരിക. എന്തൊക്കെ പുക്കാറുകൾ. അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യതാണ്. കാരണം ഈ അക്രമം അഴിച്ചുവിട്ടിട്ട് പോലീസ് രക്ഷയില്ലാതെ വെടിവെക്കണം. വെടിവെച്ചിട്ട് 2, 3
മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായി? രക്തസാക്ഷിയായ പിന്നെ അതോടുകൂടി വി ഡി സതീശനെതിരെ ഇവർക്ക് ബാക്കിയുള്ളവർക്ക് രംഗത്തിറങ്ങാം. വി ഡി സതീശന്റെ പോലീസ്, ചെന്നിത്തലയുടെ പോലീസ് ഇതാ വെടിവെച്ചു കൊല്ലുന്നു, ഞങ്ങളുടെ ആൾക്കാരെ വെടിവെച്ചു കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് രക്തസാക്ഷി ഫണ്ട് പിരിപ്പിക്കാം. രക്തസാക്ഷി ഫണ്ട് പിരിപ്പിച്ചാലോ അപ്പോഴത്തേക്ക് ടി.ഐ. മധുസൂദനൻ വരും, കെ രാഗേഷ് വരും. ആഹാ, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് നക്കാമുക്കാം. ഇമ്മാതിരി ഒരു കൊലയാളി പാർട്ടി ലോകത്ത് വരണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു. പക്ഷെ കൃത്യമായി UDF സർക്കാരിന് കൃത്യമായ പദ്ധതികളുണ്ട്. രമേശ് ചെന്നിത്തലക്ക്, വി ഡി സതീശന്, എല്ലാവർക്കും ഏറ്റവും അവസാനം നമ്മുടെ ഷാജിക്ക് പോലും അല്ലേ, ഷാജിയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനകൾക്കുണ്ടല്ലോ, അതായത് എന്താ പറയാ, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇതിന്റെ ലോഗോ ഒക്കെ നമുക്ക് അതിന്റെ വില പതിപ്പിക്കാം. അതിലെന്താ തകരാറ്? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കേന്ദ്രവുമായി തല്ലുകൂടണോ, യുദ്ധം ചെയ്യണോ? എന്ത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രതികരണം അല്ലേ? ഇതാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാ ദിവസവും രാവിലെ എണീറ്റും കണ്ട് കേന്ദ്രത്തിനെതിരെ 4 മുദ്രാവാക്യം വിളിക്കുക, കേന്ദ്രത്തിന് 4 ചീത്ത വിളിക്കുക. എന്തിന് വല്ല കാര്യമുണ്ടോ? നമുക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കേന്ദ്രത്തോട് പറയണം. കേന്ദ്രം ഒന്നും പിടിച്ചു വെക്കില്ല. പിടിച്ചു വെച്ചിട്ടാണ് കോടതി പോയിക്കൂടെ? ഈ പിണറായി വിജയന്റെ കാലത്ത് KN ബാലഗോപാൽ കോടതി ഓടിപ്പിച്ചു. കാരണം ആവശ്യമായ രേഖകളൊന്നും കേന്ദ്രത്തിന് കൊടുക്കില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ പുട്ടടിക്കും. ഇതെങ്ങനെ ചെലവഴിച്ചു, ഏത് രീതിയിൽ ചെലവഴിച്ചു ഒന്നും പറയില്ല. ഒരു രേഖയും കൊടുക്കില്ല. പിന്നെ അടുത്ത ഫണ്ട് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അതാണ് KM ഷാജി പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടുമ്പോൾ കേന്ദ്രത്തിന്റെ നിബന്ധനകൾ നമ്മൾ അനുസരിക്കണം. പണ്ട് ഈ മറ്റേ വീണ ജോർജ് കേട്ടില്ലായിരുന്നു, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള ബോർഡ് എല്ലാ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾക്ക് മുമ്പിലും വെക്കണം, എങ്കിലേ ഫണ്ട് തരുള്ളൂ എന്ന് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും. അപ്പോൾ വീണ ജോർജ് എന്താ പ്രസംഗിച്ചത്? ഞങ്ങൾ വെക്കുന്ന പ്രശ്നമില്ല അല്ലേ? അവസാനം എന്തായി? 5-6 മാസം കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും മുന്നിൽ വീണ ജോർജ് സ്ഥാപിച്ച ബോർഡുണ്ട്, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഇത്രയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫെഡറൽ സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ കേരളം പ്രത്യേക സംസ്ഥാനമാക്കിയിട്ട് പ്രത്യേക രാജ്യമാക്കിയിട്ട് പിണറായി വിജയൻ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ആക്കി മാറ്റിയെന്നാണ് ഈ അന്തംഗമികൾ കുറെ എണ്ണത്തിന്റെ വിചാരം. കേരളം എന്ന് പറയുന്നത് പ്രത്യേക രാജ്യമാണ്. ഇവിടെ പ്രത്യേക പാസ്പോർട്ട്, ഇവിടെ പ്രത്യേക ഐഡന്റിറ്റി കാർഡ്, ഇവിടെ രാജാവ് ചക്രവർത്തി പിണറായി വിജയൻ, അത് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ മരുവൻ, അത് കഴിഞ്ഞാൽ പേരക്കുട്ടി. നടപ്പാക്കൂല മക്കളെ, ഇതൊന്നും നടപ്പാകുന്ന കാര്യമില്ല. നിങ്ങൾ ഇമാതിരിയുള്ള ഈ എന്താ പറയല്ലേ. അപ്പൊ ഏതായാലും ഈ മാതിരിയുള്ള അലക്കുത്ത് പരിപാടികളൊക്കെ ആരവസാനിപ്പിച്ചു? സതീശൻ അവസാനിപ്പിച്ചു. ഏറ്റവും പുതിയ വാർത്ത, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് സതീശൻ നിശ്ചയിച്ച നികുതി ഉണ്ടല്ലോ, ആ നികുതി ഇതാ ഫിനാൻസ് ബില്ലിൽ വരുന്നു. ഫിനാൻസ് ബില്ലിൽ, ധനകാര്യ ബില്ലിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ കരട് പുറത്തു വന്നു. ആ കരടിൽ ഇതുണ്ട്. പ്രതിപക്ഷം മുഴുവൻ പറഞ്ഞു ഇത് ഫിനാൻസ് ബില്ലിൽ വെക്കരുത്, നിങ്ങൾ മദ്യനയം വരട്ടെ, അല്ലെങ്കിൽ UDF-മായി ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് മാത്രം ഈ ഫിനാൻസ് ബില്ലിൽ വെക്കാൻ പാടുള്ളൂ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞു. എന്ത് പ്രതിപക്ഷം? ഏത് പ്രതിപക്ഷം? പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ വല്ല കാര്യത്തിലും? അതിന്റെ ഇടക്കാണ് മറ്റേ കുത്തിത്തിരിപ്പുകാരൻ സുധീരൻ. ആരാണ് കുത്തിത്തിരിപ്പുകാരൻ? ഒറ്റുകാരൻ, കരിങ്കാലി സുധീരൻ അതിന്റെ ഇടക്കാണെന്ന് പറഞ്ഞത്. അയ്യയ്യേ, ഇതൊന്നും പറ്റില്ല. അതുകൊണ്ട് ഫിനാൻസ് ബില്ലിൽ ഈ നികുതി നിർദ്ദേശം പാടില്ല. വി ഡി സതീശൻ അല്ല ആള്. കൃത്യമായി തന്റെ നിലപാട് താൻ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആ നികുതി 5 മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് എത്ര? 120%. അത് കഴിഞ്ഞിട്ട് 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175%. ഈ നികുതി അന്നും നമ്മളൊക്കെ കേട്ടതാണല്ലോ. നിയമസഭയിൽ ഇതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബജറ്റ് ചർച്ചക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു, ഇതാണ് നികുതി, പിൻവലിക്കുന്ന പ്രശ്നമില്ല. UDF മദ്യനയം തീരുമാനിക്കട്ടെ. മദ്യം വിൽക്കണ്ട എന്നാണെങ്കിൽ വിൽക്കില്ല, അത്രമാത്രം. വിൽക്കുകയാണെങ്കിൽ ഇതാ നികുതി. അതിതാ കരട് ഫിനാൻസ് ബില്ലിന്റെ കരടിൽ വന്നിരിക്കുന്നു. ഇത് 1-ാം തീയതി നിയമസഭയിൽ വരും. പ്രതിപക്ഷം തലകുത്തി മറിഞ്ഞ് എതിർത്താലും അറിയാലോ, 102 അംഗങ്ങളുടെ ഭൂരിപക്ഷം, 102 അംഗങ്ങൾ അല്ലേ. സുധീരൻ പുറത്തുനിന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ.
പ്രതിപക്ഷം ഇവിടുന്ന് തലകുത്തി മറിഞ്ഞോട്ടെ. പക്ഷേ ഇതാ വി ഡി സതീശൻ പൊട്ടിച്ചിരിക്കുകയാണ്. വി ഡി സതീശൻ ചിരിച്ചൂടെ? സതീശൻ മാത്രമല്ല, യു ഡി എഫിൽ എല്ലാ ആൾക്കാരും ഇത് ടീം യു ഡി എഫ് ആണ്. ടീം യു ഡി എഫ് ആണ്. ദേശാഭിമാനി കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിലാകെ ബഹളം, ആകെ പ്രശ്നം, യു ഡി എഫിലാകെ പ്രശ്നം, എല്ലാവരും സതീശനെതിരെ. ആരാ സതീശനെതിരെ? ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു, കെ എം ഷാജി പറയുന്നു. ആരാണ് സതീശനെതിരെ? കോൺഗ്രസിനുള്ളിലുള്ള ആര്? ലിജു പറയുന്നു സതീശന്റെ എല്ലാ നിലപാടുകൾക്കും ഒപ്പമാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയുന്നത്? ഈ ഉളുപ്പുണ്ടെങ്കിൽ മറ്റേ വി എം സുധീരൻ ഇനി പുറത്തിറങ്ങില്ല. അമ്മാതിരി അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. മറ്റാരുടെയും വാളിലല്ല, ഇയാളുടെ വി എം സുധീരന്റെ ഫേസ്ബുക്ക് വാളിൽ ഇദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ താഴെ ആയിരക്കണക്കിന് കമന്റുകൾ. ഒന്നുപോലും ഇയാൾക്ക് അനുകൂലമല്ല കേട്ടോ, ഒന്നുപോലും. ഇയാളെ തെറി വിളിക്കുകയാണ് ഇയാളെ. എന്തൊക്കെയാ വിളിക്കുന്നത്? അപ്പൊ ഏതായാലും വി എം സുധീരനെയും പ്രതിപക്ഷ നിരയെയും മൊത്തം അരിഞ്ഞു തള്ളിക്കൊണ്ട് വി ഡി സതീശൻ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. ഇനി പിണറായി വിജയന്റെ പൊട്ടിക്കരച്ചിലാണ്. അത് അടുത്ത വീഡിയോയിൽ. അപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ബാക്കി തുടർന്നും വീഡിയോകൾ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.